നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ രാവിലെ തന്നെ പോവാനായിട്ട് റെഡിയാകുവാണ് ശാരദാമ്മയും മക്കളും എല്ലാവരും കൂടെ. രാധമ്മ ഒരുങ്ങി വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമായി. അങ്ങനെ രാധമ്മയുടെ അടുത്തേക്ക് കാവേരി വന്ന് ഇനിയിപ്പോൾ രാധമ്മ വെച്ചു, എടി നിന്റെ അമ്മയും ബാക്കി എല്ലാവരും എന്തിയേ? അവരൊക്കെ റെഡിയായിട്ട് വരുന്നുള്ളൂ, ഇതിന് മാത്രം എന്താ ഒരുങ്ങാനിരിക്കുന്നേ? അതെ, വീട് കാണാനായിട്ട് പോകുമല്ലേ, അതിന് ഇത്ര മാത്രം ഒരുങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. എടാ ഇതും കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടുവച്ചു അമ്മമ്മേന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് അതങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നിളമോൾ അങ്ങോട്ട് വന്നു. എടി നിന്റെ അമ്മ എന്തിയെ? അമ്മ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശാരദ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം രാധമ്മ ചോദിച്ചു, നീ എന്തോ ഒരുക്കോ ഒരുങ്ങുന്നത്? എൻ്റെ അമ്മേ, ഞാൻ എന്തേ മുടി പോലും കെട്ടിയിട്ടില്ല, മുടിയും കൂടെ കെട്ടണം. അതെങ്ങനെയാ? അമ്മയ്ക്ക് ഇവിടെ വന്ന് സാരി കൊടുത്തു വന്ന് നിന്നാൽ മതിയല്ലോ. എൻ്റെ കാര്യം അങ്ങനെയാണോ? എല്ലാത്തിനും ആട്ടി തെളിക്കണ്ടേ? പിന്നെ എന്തൊക്കെ എടുക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയതുപോലെ തന്നെ മുറിയാകെ വൃത്തിയാക്കി ഇടണ്ടേ, അല്ലെങ്കിൽ പിന്നെ അത് മതി. അപ്പോഴാണ് യമുനയുടെ വരവ്. എടി നിന്റെ ഒരുക്കും എതിരായിട്ടും കഴിഞ്ഞില്ലേ? ഇതേ കഴിഞ്ഞമ്മേന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ശരി ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അല്ല ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ മോളെ എന്ന് ഗംഗയോട് ചോദിച്ചു ശാരദ. എന്തിന്? അല്ല താരയോടൊന്ന് പറഞ്ഞിട്ട് പോവാം, അതല്ലേ അതിൻ്റെ മര്യാദ. യമന് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മര്യാദ കാണിക്കാൻ പോയിട്ടുണ്ട്, അവരെങ്ങനെയാ പ്രതികരിക്കണമെന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനെയല്ലോ. ഒടുവിൽ ഗംഗ താരയെന്ന് വിളിച്ചു. താര വന്നില്ല. താരമോളെന്നും പറഞ്ഞുകൊണ്ട് ശാരദ വിളിക്കുമ്പോഴത്തേനും താര എങ്ങോട്ട് ഇറങ്ങി വന്നു. ആ എന്താ? അതെ ഞങ്ങൾ ഇറങ്ങിയേക്കോ മോളെ, ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. അതെ ഞാനവിടെ അർജൻറ്റായിട്ടൊരു വർക്കിലായിരുന്നു, പോകുന്ന സമയത്ത് ആ കഥ അടച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. യവന് പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ. കാവേരി പറഞ്ഞു ബാഹമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും താരയത് നോക്കി. അവർ ചെന്ന് കാറിൽ കയറി പോകുന്ന കണ്ടതിന് ശേഷം താര ജയപാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഞാൻ അവരെ ഇവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്, ഇനി എന്താന്ന് വെച്ചാൽ അങ്കിൾ ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ഈ സമയം രാജേശ്വരി സത്യപാലിൻ്റെ അടുത്തേക്ക് വന്നു. അല്ല സത്യേട്ടാ, അതെ ഈ സമയത്ത് അവൻ പോകുന്നതുകൊണ്ട് ഈ യാത്ര എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് മഴയായതുകൊണ്ടാണോ? ഛത്തീസ്ഗഡിലൊക്കെ നല്ല മഴയാ. എൻ്റെ സത്യേട്ടാ, ആ ഛത്തീസ്ഗഡിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വാ. ഞാൻ പറഞ്ഞു നമ്മുടെ മോൻ്റെ കാര്യമാണ്. അല്ല അവൻ പഠിക്കാൻ പോവാന്ന് പറഞ്ഞില്ല, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. രാജി നീ തന്നെയല്ലേ പറഞ്ഞത് അവനോട് പഠിക്കാൻ പോയിക്കൊള്ളാൻ, എന്നിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയണേ? അപ്പോഴേക്കും നീയും ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വന്നു. എന്താ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? എടാ നീ എറണാകുളത്തിന് എന്നെ പഠിക്കാൻ പോന്നേ? അതെ അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് അമ്മയല്ലേ പറഞ്ഞത്, സീറ്റ് ശരിയാക്കി തന്നെ. പിന്നെ ഞാൻ അവിടേക്ക് തന്നെയല്ലേ പോകുന്നത്. അമ്മയ്ക്ക് എന്താ സംശയം? അല്ല നീ ആ കാവേരിയെ കാണാൻ തിരുവനന്തപുരത്തിനൊന്നും പോകത്തില്ലല്ലോ. എന്തിന്? ഞാൻ അവിടേക്ക് എന്തിനാ പോണേ? കാവേരിക്ക് എന്നെ ഇഷ്ടമൊന്നുമില്ല, അവളെന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നോട് പ്രണയമൊന്നും ഇല്ലാന്ന്. പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്താണല്ലോ അവിടേക്ക് പോകുന്നൊന്നുമില്ല. അമ്മ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് സത്യം ചെയ്യിക്കുകയും ചെയ്തില്ലേ, പിന്നെ എനിക്ക് പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചു. എങ്കിൽ ശരി പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് സത്യപാലിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് നിവിൻ അവിടെ നിന്ന് ഇറങ്ങണേ. നിവിൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാജേശ്വരി പറഞ്ഞു, എനിക്കെന്തോ ജയപാലേട്ടാ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അതെന്താ രാജി നീ അങ്ങനെ പറഞ്ഞേ? അല്ല അത് പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അവൻ ഈ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു സന്തോഷം, ഇപ്പോഴവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് സന്തോഷം. അത് പിന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതുകൊണ്ട് അവൻ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അതും പറഞ്ഞ് സത്യപാലനകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരദാമ്മയും മക്കളും കൂടെ അങ്ങനെ നരൻ്റെ വീട്ടിലേക്ക് വരുവാണ്. അവിടെ വന്ന് ശാരദാമ്മ പോയി കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രിയാണ് വന്ന് കഥ ഓർക്കുന്നത്. ആരാന്ന് ചോദിച്ചു. അല്ല ശാരദാമ്മയില്ലേ, ഞങ്ങൾ വീട് വാടകയ്ക്ക് നോക്കിയ. മനസ്സിലായി. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്നു അംബികാമ്മ ഉണ്ടായിരുന്നു. അംബികാമ്മയും രഘുവരനും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു അതെ ആ വീട് വാടകയ്ക്ക് നോക്കിയൊരു വന്നിട്ടുണ്ട് താക്കോല് വാങ്ങിക്കാനായിട്ട്. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അംബികാമ്മ പറഞ്ഞു അവരോട് ചെന്ന് പറഞ്ഞേരെ ഇവിടെ വാടകയ്ക്ക് വീട് കൊടുക്കാനില്ലെന്ന്. അത് പറഞ്ഞപ്പോൾ ഗായത്രി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രഘുവരൻ പറഞ്ഞു, ഗായത്രി നീ അവിടെ നിൽക്കുക. അല്ല നീ അല്ലേ അംബികെ അവരോട് വീട് വാടകയ്ക്ക് കൊടുക്കാണ്ട് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറഞ്ഞേ, എന്നിട്ട് നീ എന്തിനാ ഇപ്പം അവളെ പറഞ്ഞു വിടുന്നേ? നീ തന്നെ ചെന്ന് പറയാൻ പറഞ്ഞു. അംബികാമ്മ ആകെപ്പാടെ പെട്ടുപോയി. എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി പറയണമെന്നറിയില്ല. കൃത്യസമയത്ത് തന്നെയാണ്
നരേൻ്റെ ഫോൺ ബെല്ലടിക്കുന്നേ. നരൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ജയപാലനായിരുന്നു വിളിച്ചോണ്ടിരുന്നേ. 2-3 വട്ടം ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം നരൻ കോൾ എടുത്തു. ജയപാലനാന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു നരനെ. അവൻ കോള് കട്ട് ചെയ്തോ? വീണ്ടും ജയപാലൻ വിളിച്ചു. അതെ, ഞാൻ ജയപാലനാണേ. അതെ, ഞാൻ കേട്ടു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വിളിച്ചതെന്ന് ചോദിച്ചു. വീണ്ടും കോള് കട്ട് ചെയ്തു. ഓഹോ, അവൻ ഇത്രമാത്രം അഹങ്കാരോ എന്നോർത്തോണ്ട് വീണ്ടും ജയപാലൻ വിളിക്കുവാണ്. എന്താടാ, നിനക്ക് ജയപാലിന്റെ പേര് കേട്ടൊരു പുച്ഛം? ജയപാലിന്റെ പേര് കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളവരെല്ലാം നിക്കറിമുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ, അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, നീ എന്നെ അത്ര പുച്ഛിക്കൊന്നും വേണ്ട. ആ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. ആ എന്താ ജയപാല, കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്, എന്താന്ന് വെച്ചാൽ കാര്യത്തിലേക്ക് കിടക്ക്. അതെ, നിന്റെ വീടിന്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലേ? അതെ, തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കൊടുക്കണോ വേണ്ടേന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നേ. ഓ അങ്ങനെയാണല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജയപാലനാ പറയുന്നേ, ആ വീടിന്റെ ഔട്ട് ഹൗസ് എങ്ങാനും വാടകയ്ക്ക് കൊടുത്താണ്ടല്ലോ, അവിടെ ഒരമ്മ 3-4 പെൺമക്കളും വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് എങ്ങാനും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും നരേന്ദ്രാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നരൻ ഒരു നിമിഷം ഉണർന്നു. ഇതിപ്പം നിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞേ ആ കിളവൻ രഘുവരനെ വിളിച്ചു പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പിന്നെ നിന്നോട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതെങ്ങാനും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു വരവും കൂടെ വരും. ബുൾഡോസർ കയറി ഇറങ്ങും അവിടെ, അറിയാലോ. പിന്നെ നിന്റെ കുടുംബക്കാരുടെ എല്ലൊടിയുന്ന ശബ്ദവും ഞാൻ കേൾക്കേണ്ട വരും. ആ തള്ളയുടെ മക്കളെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നരൻ പറഞ്ഞു, ആണോ ജയപാല, അങ്ങനെയാണോ? എങ്കിലേ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. കേട്ടില്ലെന്നോ? അതെ. നീ ഇങ്ങോട്ട് വാടാ ജയപാല, നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. എന്താടാ നീ പറഞ്ഞേ? അതേടാ ജയപാല, നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. ഇതിനാണോ നീ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു. ഒരു നിമിഷം ജയപാലൻ ഞെട്ടിപ്പോയി. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? നരൻ താഴേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് രഘുവരൻ അംബികാമ്മയോട് പറഞ്ഞു, അംബികയെ നീ പോയി അവരോട് കാര്യങ്ങൾ പറ. അവരെങ്ങനെ പിടിച്ചെടുത്ത് മുഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര സമയമായി, അവരെന്ത് വിചാരിക്കുമെന്ന്. അപ്പോഴേക്കും നരൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല ഔട്ട് ഹൗസിന്റെ കീ വേണം, അത് തൂത്ത് തുടയ്ക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്നോട് കീ ചോദിച്ച ഇതിനു വേണ്ടിയിട്ടായിരുന്നോ? വീട് വാടകയ്ക്ക് കൊടുക്കാനായിരുന്നു എന്ന് ചോദിച്ചു. ഒരു നിമിഷം അംബിക പറഞ്ഞു, അത് പിന്നെ മോനെ എനിക്കൊരു ആ സമയത്തൊരു ബുദ്ധിശൂന്യത തോന്നിയതാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നവരെ അവിടെ കയറ്റി താമസിപ്പിക്കണം, ഇതാ താക്കോലെന്ന് പറഞ്ഞു. അവരവിടെ താമസിച്ചില്ലെങ്കിലാ ഇനി എൻ്റെ വിധം മാറുന്നേ. അംബികാമ്മ ഞെട്ടിപ്പോയി. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? താക്കോലും കൊടുത്തിട്ട് നരൻ അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് താക്കോല് കൊണ്ടുപോയി ശാരദയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവര് താക്കോലുമായിട്ട് വീടിൻ്റെ അടുത്തേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേനും യമന പറഞ്ഞു, എന്നാലും ഇത്ര സമയം വേണമായിരുന്നു ഒരു താക്കോല് തരാനായിട്ട്? ഓ ഭയങ്കര ജാടയാന്നാ തോന്നുന്നു അവർക്ക്. പണത്തിന്റെ അഹങ്കാരമായിരിക്കും എത്ര സമയം നമ്മളെ അവിടെ നിർത്തി മുഷിപ്പിച്ചു. അത് കേട്ടതും ശാരദ പറഞ്ഞു, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും. കാവേരി പറഞ്ഞു, എന്നാലും ഇത് ശരിയാണോ അമ്മേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. നമ്മളന്നാ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട അമ്മയല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല മാറ്റമാണ്. എടി വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെയാ, അതൊന്നും ഓർത്ത് നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് കയറാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറുന്ന സമയത്ത് കാവേരി പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, ഇനിയിപ്പോൾ എത്ര നാൾ ഇവിടെ താമസിക്കും, കുറച്ച് നാലല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് കേട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, അല്ല നിളമോളുടെ സർജറിയും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. വിനീത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് തിരിച്ചു പോകണം. അതേ വിനീതേട്ടാ, ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ, ഇവിടെ ഒന്ന് കാലുറപ്പിച്ചോട്ടെ, അതിന് ശേഷമാകാൻ തിരിച്ചു പോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വന്ന് കതക് തുറക്കുമ്പോൾ ആണ് ശാരദ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. അതിനകത്ത് വലിയൊരു വെട്ടരുവാളൊക്കെ പിടിച്ചുകൊണ്ട് ജയപാലൻ ഇരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.